ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ബാർസലോണൻ്റെയും VRLൻ്റെയും കളി കണ്ടാണ് നമ്മൾ വ്ളോഗ് ചെയ്യുന്നത്. നമ്മളെ ചെക്കന്മാരുണ്ട്, സോയിദ് റഹ്മാൻ PP, അൻഷിഫ് മനു, അങ്ങനെ ചെക്കന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മളെ കളിൻ്റെ പ്രഡിക്ഷൻ പറയാം. അപ്പോൾ കളി അല്ല, റാഫിയിലൊക്കെ ഇറങ്ങിക്കിടക്കേണ്ട കളിയാണ് കളിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ ആര് ജയിക്കുന്നതാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? മൈക്ക് കുടിച്ച് പറയും സായിദേ. ബാർസ ജയിക്കും. അല്ല എത്രയാണ് പ്രഡിക്ഷൻ നോക്കുകയാണെങ്കിൽ ഒരു 3-0. സ്കോറ് 1 റാഫീനുണ്ടാവും. ഓക്കെ. പിന്നെ തട്ടിമുട്ടിയാണ്ട് ഫെറാൻ ഉണ്ടാവും. പിന്നെ യമാലും ഉണ്ടാവും. അങ്ങനെ ഒരു ബാർസലോണ ഇവിടെ മൊത്തം ബാർസ ഫാനാണ്. ലൈറ്റ് ഇവിടെ മൊത്തം ബാർസ ഫാനാണ്. അപ്പൊ പിന്നെ ബാർസ പറയുള്ളൂ. ഓക്കെ, അടുത്ത ഗോള് സ്കോറിംഗ് എന്ത് പറയും? സ്കോർ ബോർഡ് പറയണത് എൻ്റെ ഒരു പ്രഡിക്ഷൻ 3-1 സേഫായി പോയി. അത് എന്ത് എപ്പോഴും ക്ലീൻ ഷീറ്റ് കിട്ടണമെന്നില്ലല്ലോ. രണ്ടെണ്ണം പറഞ്ഞത് അയാ ശ്രദ്ധിച്ചില്ല. ഇവിടെ മെയിൻ റാഫീന, യമാല്, പിന്നെ ഫെർമിൻ ലോപ്പസ് ഉണ്ടോ? റാഫിനി യമാലും ഗോളടിക്കും. എന്നാ ചെലപ്പം ഫെർമിനും ഗോളടിക്കുണ്ടാവും. എന്റെ പ്രഡിക്ഷൻ അതാണ്. യമാല് ഒരു അസിസ്റ്റ് ഉണ്ടാവും. റാഫിനി ഉണ്ടാവും. അത് റാഫിന. അജുവിന്റെ പ്രഡിക്ഷനോ പറഞ്ഞേ? എന്റെ പ്രഡിക്ഷന് ജെമിനി പറയും. ജെമിനിയെ അന്റെ ബാർസയും VRLും കളിന്റെ പ്രഡിക്ഷൻ പറയുന്ന ആര് ജയിക്കും, എത്ര ഗോൾ ജയിക്കും തൊള്ളർന്ന് പറയും. നിലവിലെ ഫോമും ടീം ശക്തിയും വെച്ച് നോക്കിയാൽ പലരും റയൽ മാഡ്രിഡിന് മുൻഗണന നൽകുന്നുണ്ട്. ചിലർ 1-നെതിരെ 3 ഗോളിന് ജയിക്കുമെന്നും പറയുന്നു. എന്നാൽ ഇതൊക്കെ സാധ്യതകൾ മാത്രമാണ്. കളിക്കളത്തിൽ എന്തും സംഭവിക്കാം. നിങ്ങളുടെ അഭിപ്രായത്തിൽ ജിത് പറയണ കേക്ക്. റയലിന്റെ കളിയല്ല, ഇത് ബാർസന്റെ കളിയാണ്. ബാർസയും VRLും ബാർസയും തമ്മിലുള്ള കളി ഇപ്പൊ ലൈവ് നടന്നുകൊണ്ടിരിക്കാണ്. അതിന്റെ ഇത് പറയും, എന്താ പറയാ, പ്രഡിക്ഷൻ പറയും. ആര് ജയിക്കും, ആരൊക്കെ ഗോൾ അടിക്കും പറയും. ലൈവ് മത്സരങ്ങളുടെ പ്രവചനം എനിക്ക് നടത്താൻ സാധിക്കില്ല. കളിയുടെ ഗതി ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുമല്ലോ. ഇപ്പോൾ കളി എങ്ങനെയാണ് പോകുന്നത്? കളി പന്താളിയായി പോണേ ഇപ്പോള്. നിങ്ങക്ക് ഞാൻ വേറെ ആളെ പരിചയപ്പെടുത്തി തരാം. ചിലക്കല പണ്ടാറ തൊള്ള പൂട്ടിക്ക. ഞാൻ വേറെ ആളെ പരിചയപ്പെടുത്തി തരാം. ഞാൻ ഇന്നാള് ലാസ്റ്റ് ഇട്ട വ്ളോഗിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെ എന്തപ്പോ പെസ് അക്കൗണ്ട് കളഞ്ഞൊരു ചങ്ങായി ഉണ്ട്, മഹാൻ. ഈ ചങ്ങായി കളഞ്ഞ പെസ് അക്കൗണ്ട് കളഞ്ഞുണ്ട്. ആ പെസ് അക്കൗണ്ട് കളഞ്ഞ ആളെ കാണിച്ചു തരാം. അതൊന്ന് കാണിച്ചിട്ട് മുത്തുമോൻ മമ്പാട്. എന്താണ് അതിനെന്താ പറയല്ലേ മുത്തുമോൻ? എന്താ പറയല്ലേ? പറയും മുത്തുമോൻ പറയേ. ഇതേപോലെ ഓരോ അക്കൗണ്ട് ഇങ്ങനെ കളയണം. എന്തൊക്കെ കാണണല്ലേ പഠിച്ചോനെ. ഇബല് കാട്ടി പരിപാടി ഞാൻ ശരിക്കും പറഞ്ഞത് അന്നത്തെ. ഇപ്പൊ മനു വിളിച്ചാണ്ട് ഇത് വെച്ചിട്ടുണ്ട്. എന്ത് ഇല്ലല്ല, ശരിക്കും രണ്ട് കാര്യങ്ങൾ നടന്നിക്കണല്ലേ. ടിസ്റ്റ് നമ്മള് പിന്നെ റിക്കവർ ചെയ്യാൻ നോക്കി. ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ റിക്കവർ ചെയ്തിട്ട് മറ്റേ പാട്ടാണ് തൂമഞ്ഞേ മായില്ലേ വായ് മഞ്ഞ, ആ പാട്ടൊക്കെ വിചാരിച്ചത് എന്താണ്. പക്ഷെ നമ്മൾ റിക്കവർ ചെയ്യാൻ നോക്കിയിട്ട് പണ്ടറങ്ങൊന്നും നടന്നില്ല. അപ്പൊ ഞങ്ങൾ നോക്കുമ്പോഴാണ് മനസ്സിലാവണം എന്ത് മെയിലുണ്ട്, 2 മെയിലും നടക്കുന്നത്. അതാണ് ടിസ്റ്റ്. അപ്പൊ ഇപ്പൊ മുത്തുമാന് പണിയിലാക്കാനോ, പണിയിലുള്ള ടൈമിൽ മനു വിളിച്ചിക്കണ്. മുത്തുമാനെ ആ മെയിലൊന്ന് അയച്ചുതരോ, ആ മെയിലിൽ 2 ഇത് വന്നിക്കണ്, എന്ത് OTP വന്നിക്കണം അയച്ചുതരോ. അപ്പൊ ഫസ്റ്റ് തീയില് ഇബന് നോക്കാതെ അയച്ചെടുത്തിക്കണ്. സ്ക്രീൻഷോട്ട് എടുത്ത് പറഞ്ഞാല് മനുവിന് വായിച്ചു നോക്കിയാൽ ചോറ് നേരമല്ല. എന്നിട്ട് ഫസ്റ്റ് എന്താ വെച്ചാല് കളിയിൽ ലോഗിൻ ചെയ്യാൻ OTP ആണ്, അത് പറഞ്ഞെടുത്തു. പിന്നെയും മറ്റേ ചങ്ങായി സ്കാം ടീം ചോദിച്ചിട്ടാണ്, അത് കിട്ടിയിട്ടില്ല, 2ാമത് OTP വന്നിക്കണാണ്. എന്നിട്ട് 2ാമത്തെ OTP എന്ന് നോക്കുമ്പോഴാണ് അതിൽ വെണ്ടക്കക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് മെയില് മാറ്റാനാണെന്നുള്ളത്. അതാരും നോക്കിയിട്ടില്ല. അതും ചോദിച്ച് മനു അയച്ചു കൊടുക്കണം സേഫാന്ന് പറഞ്ഞാണ്ട്. അക്കൗണ്ട് പോയി, സേഫ് ആയാണ് അക്കൗണ്ട് പോയി. എന്താ നടന്നത്?
കഴിഞ്ഞ പ്രാവശ്യം ബാലൻഡ് കൊടുത്തില്ല. ഇപ്പൊ ഫിഫ ബെസ്റ്റിൽ ഇട്ടല്ലോ. അതും ഡെമ്പല ഉണ്ടോ അല്ല കൊണ്ടായിക്കോട്ടെ, പക്ഷെ ഫിഫ ബെസ്റ്റ് ഒരു ഇടലാക്കാൻ വേണ്ടി ഒരു ബാഡ് പെർഫോമൻസ് ആണ് കഴിഞ്ഞ സീസണിൽ. അല്ല അതൊക്കെ പോട്ടെ. നെയ്മർ ഇപ്രാവശ്യം ഇറങ്ങുമോ? നെയ്മർ സർജറി ചെയ്യാൻ പോയിക്കണേ വേൾഡ് കപ്പിന്. വേൾഡ് കപ്പിന് സർജറി ചെയ്യാൻ പോയതാ. നമ്മളെ പേരെത്താണ്? ജെമിനിയ. എന്താ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ബാലൻഡ്യൂർ റാഫിനൊക്കെ കൊടുക്കാത്തതിന്റെ ഒരു കാരണം പറഞ്ഞതാ. എന്താ എന്റെ അഭിപ്രായം? ബാലൻഡിയോർ പുരസ്കാരം മെസ്സിക്കാണ് ലഭിച്ചത്. ഇവിടെ ഏത് കൊല്ലത്തെയാണ്? എന്തായിരിക്കാം എന്ന് ചോദിച്ചാൽ വോട്ടിംഗ് പ്രക്രിയയിൽ മറ്റുള്ളവരെക്കാൾ റാഫിനെ അടിച്ച് ഒന്ന് ഇതായി. രാജ്യത്തിനുമായുള്ള ഇനി അടുത്ത ഷാർക്കിന്റെ ഒരു അടി വരാണ്ട്. അതെനിക്ക് ഉറപ്പില്ല. ഫെർമിൻ ലോപ്പസ് ഉണ്ടല്ലോ, റാഫിനെ അടിച്ചിട്ടു. ഏതാ മുത്തുമൻ ജാക്കറ്റ് ഒക്കെ ഇട്ട് വന്നിക്കണ്. ഇവിടെ പേരും തണുപ്പാണ് പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ ഒരു ഐഡിയ പറഞ്ഞെടുത്തു, റെയിൻകോട്ട് ഇട്ട് പോരുന്ന്. അതപ്പോ കേട്ടില്ല. ഇപ്പൊ പിന്നെ ജാക്കറ്റ് ഒക്കെ ഇട്ട് പോന്നിക്കണേ. ജെമിനിയ, കഴിഞ്ഞ കൊല്ലം ബാലൻഡിയോർ കിട്ടിയത് ഡെമ്പലക്കാണ്. അപ്പൊ റാഫിനൊക്കെ എന്തുകൊണ്ട് കൊടുത്തില്ല? എന്താ എന്റെ ഇത് പറയും, എന്താ ഇനി പറയാ, ഒരു അഭിപ്രായം പറയും. കഴിഞ്ഞ വർഷം ബാലൻഡിയോർ നേടിയത് കരീം ബെൻസമയാണ്. ഇവിടെ ഏത് കൊല്ലത്തെ? ജെമിനിയെ ഇന്ന് വെച്ചുമ്പോ മറ്റന്നാളത്തെ കാര്യം, പക്ഷേ പിറ്റേന്നത്തെ കാര്യം പറയല്ലേ, ഇതത്ത് വർത്താനം പറയണേ. എനിക്കൊരു അഭിപ്രായം ഒന്നും ഇല്ലേ. കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗില് മോസ്റ്റ് ഗോൾ കോൺട്രിബ്യൂഷൻ ആളെ പേരില്ലേ, എന്നിട്ടും ആൾക്കില്ല. ഇതല്ല കഴിഞ്ഞ ലാസ്റ്റ് പ്രസ് കോൺഫറൻസിൽ നമ്മുടെ മാനേജറുണ്ട് ഹാൻസ് ഫ്ലിക്ക്, ആൾ പറഞ്ഞതാണ് ഫിഫ 11 ആൾക്കിടല്ല എന്ന് പറഞ്ഞപ്പോഴേ ആള് പറഞ്ഞത് ജോക്കെന്ന് പറഞ്ഞു. എന്നെ സംബന്ധിച്ച ഒരു ജോക്കാണെന്ന് പറഞ്ഞു. കാരണം അത്രയും നല്ല പെർഫോമൻസ് എടുത്തിട്ട് 11 പോലും ആൾക്ക് സ്ഥാനമല്ല. ഒപ്പീനിയൻ എന്താ പറയാ? എത്ര പറയണ ഞാനല്ലോ കാട്ടേ. അല്ല ഹാൻസ് ഫ്ലിക്ക് നല്ലൊരു ഒപ്പീനിയനാണ് പറഞ്ഞിരിക്കണത്. ആ ഒപ്പീനിയൻ വെച്ചാ എന്താണ്? ഓന്റെ ഒപ്പീനിയൻ പറഞ്ഞല്ലോ. ഈ നായിരം കണ്ടല്ലോ. ജെമിനി, അനക്ക് ഒരു തേങ്ങ അറിയില്ല മനസ്സിലാക്കി ചിലക്കാതിക്ക്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഞാൻ എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാനും മെച്ചപ്പെടാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആവശ്യമുള്ളത് ചിലക്കല്ലേ ഏതാ ഷോട്ട്? ഞാൻ പറഞ്ഞില്ല എന്ന് റാഫിന പറയണോ അടുത്ത കാർഡ് ലോഡിങ് പെസ്സിലോ ഇത് ചിലക്കല്ലേ. പെസ്സിന്റെ കേസിൽ ഇവിടെ ഡയലോഗ് കൂടെ എടുത്ത് ഇവിടെ മെയിനായിട്ട് പെസ് കളിക്കുമ്പോ ശത്രുക്കൾ പറഞ്ഞാല് മനു സ്വായുധമാണ്. ഈ മീശ പിരിച്ച് മീശ ഒന്നും ഇല്ല ബലി, മീശ ഇല്ല, പിന്നെ എല്ലാവരും പിരിച്ചു വെക്കാണ്. അപ്പൊ ഓനാണ് സായുധ. മനു എന്ത് പറ്റി? ഇവിടെ പണ്ടൊക്കെ സംബന്ധിച്ചാൽ ഇവിടുന്ന് കളിച്ച് തൊള്ളൊക്കെ വിട്ട് കളിച്ചിട്ട് മനുവിടെ തോറ്റാല് മനു കളി ഫുള്ളാക്കൂല. പറയും സായുധ പറയും ഒരു ലോങ് റേഞ്ച് ഞാൻ മറക്കൂല. അത് അതിന്റെ ഇത് വീഡിയോ എടുക്കാൻ കൂടി ഒരു അയച്ചില്ല, കളഞ്ഞു പോയോ. സ്ക്രീൻ റെക്കോർഡർ ഓൺ ആക്കാൻ നിൽക്കീനി. അപ്പൊ കസാല എറിഞ്ഞ് ഇവന്റെ മെയിൻ പരിപാടി ഇവിടെ കസാല എറിഞ്ഞ് വാതിലൊക്കെ അടച്ചിട്ട് പോക്കും. ഞാൻ അന്ന് എന്നോട് പറഞ്ഞു എനിക്ക് പറ്റിയ കളിയല്ല, എനിക്ക് പറ്റിയ കളി ഉണ്ട്. ലാസ്റ്റ് കളി കളിച്ച് തോറ്റില്ലേ? അപ്പൊ ഒരു ഗോള് ക്ലീൻ ഷീറ്റ് ഇല്ല. മനു പറഞ്ഞേക്ക് എത്തിക്കണം കേട്ടോ. സാധ്യത ഓഫ് സൈഡാ. അതെ ഫ്ലിക്കിന്റെ തന്ത്രങ്ങളാണ്. പക്കാ ഓഫ് സൈഡ്. ക്ലിയർ ചെയ്താണ് ഫ്രാൻസ് കാട്ടൂലല്ലോ. ബാബുന്റെ ആള് ബാബു കൗണ്ടനെ വേറെ വിളിച്ചല്ലേ, ഇവിടെ പറയാൻ പറ്റൂല.
അറിയും ബാബു ബസ്സിലേക്ക് ഇപ്പൊ ഒരു കളി കളിച്ചാ ആരും ഞാൻ പറയാം എന്റെ പ്രഡിക്ഷൻ അങ്ങനെയാണ്. കാരണം ഞമ്മള് തൊട്ടിട്ട് എന്താ ചെയ്യലേ ഇപ്പൊ ഞങ്ങള് ലാസ്റ്റ് കളി കളിച്ചിന് അതില് ഞാൻ അയച്ചിരിക്കണ അഭിമാന നിമിഷം മനുവിന്റെ നമുക്ക് ഒരു കളിയേക്കാം ആയിക്കോട്ടെ. കേട്ടല്ലേ ഞാൻ റെഡിയാണ്. റൂമിട് വരോ പക്ഷെ പഴയ ഫോണല്ല അതുകൊണ്ട് ലാഗൊക്കെ ഉണ്ടാവും. ആക്കടെ കളി തുടങ്ങിയ പറ്റില്ല. അപ്പൊ അതിന് കാരണം വിട്ടു. പഴയ ഫോണല്ല, ഇപ്പത്തെ ഫോണിൽ ലാഗൊക്കെ ഉണ്ടായിരുന്നു. ഏതാ പിന്നെ ഇന്നത്തെ നെറ്റും കേട്ടോ ഇന്നത്തെ നെറ്റ് കഴിഞ്ഞിരിക്കണം. ഇവിടെ വൈഫൈ ഉണ്ടോ കണ്ടേന്നോ? അല്ല ഏറ്റവും കൂടുതൽ ജയിച്ചിരിക്കണം ഇവിടെ ആരാ സായി തന്നെ സമ്മതിച്ചു. ഇജ്ജ് എന്തുകൊണ്ടാണ് മനോ തോറ്റ് കഴിഞ്ഞാല് ഇപ്പൊ ഈ കസാല അറിഞ്ഞു വാതിലൊക്കെ അടി പോണേ? അതെന്തുകൊണ്ടാ? എന്ത് അതൊക്കെ സ്പിരിറ്റാണ് ഞാനോ ഇതൊക്കെ കളിന്റെ സ്പിരിറ്റ് ആണ് തടച്ചു പറയണത് അല്ലേ? സാധ്യത അതല്ല, ബോയ്സ് ഇടുമല്ലോ. പിന്നെ കളിയാക്കാനേ അറിയുള്ളൂ. ഇന്നെ തോപ്പിച്ചണം നിങ്ങൾക്ക് അതേ അറിയുള്ളൂ. അത് പിടിക്കാനാ മൈക്ക് പിടിച്ചെടുക്കണ മനസ്സ്. അല്ല ഇതിപ്പോ ബാർസന്റെ ലൈവാണോ അതോ ഇന്റെ ഇതാണ് ഇങ്ങനെതായി നിക്കണേ? എന്റെ ബസ്സിനെ പറ്റി കളി തുടങ്ങിച്ച് ഇവിടെ മൈക്കൊക്കെ പിടിച്ചാ ഇവിടെ റാങ്ക് വണ്ണിലൊക്കെ വന്ന ആള് മനുവിന്റെ ഉണ്ട്. അത് റാങ്ക് 17,000 വേൾഡിൽ എന്തിനാ അല്ല ഡിവിഷൻ 1 ഞാൻ പറഞ്ഞു. ഞാൻ കളിക്കലേ അത്. മനു പറഞ്ഞാലേ മനുവിന്റെ ഇത് പറഞ്ഞാലേ മനു ഇങ്ങനെ മമ്മൂട്ടി പറഞ്ഞ മാതിരി ചെത്തി മെലിക്കെടുക്കാറിയല്ലോ. അവന് മനു എന്നും രാവിലെ മുതൽ കളി കുത്തിയേക്കും ഇതന്നെ കളി. എന്നിട്ട് നമ്മളോട് വിട്ടാൻ വരും. മെയിന് ഗ്രൂപ്പിലൊക്കെ വന്നാണ് മനുവിന്റെ സങ്കടം മറിച്ചിൽ ഇങ്ങനെ കാണാം. എന്നിട്ട് സാധ്യത അത് അയച്ചുതരാ. അല്ല ഇനി മേലാൾക്ക് അന്നിട്ട് കളിയില്ല ജിഞ്ചോട് ഇതാക്കാൻ കളിയാക്കാണ്. എത്ര മറക്കണ ഇങ്ങനൊരു ചങ്ങായി. ഇപ്പൊ പഴയ മനു അല്ലാതൊക്കെയാണ് മനു അറിയണേ. മനു ഞാൻ പറട്ടെ ഇതിലിപ്പോ ആരാ ജയിക്കും രണ്ടാള് കളിച്ചാല്? പറയാൻ പറ്റൂല. അനക്ക് അന്റെ ഇതില് കോൺഫിഡൻസ് ഉണ്ടാക്കണല്ലോ. കോൺഫിഡൻസ് ഇല്ലേ കളയണ്ട. സാധ്യത പറയും എന്താ പറയല്ലേ? രണ്ടാളും അങ്ങോട്ടോ കേട്ടോ ഇഞ്ചതില് സ്കീം ഇട്ടാണത്. പക്ഷെ ഞാൻ പറട്ടെ അല്ല ഏറ്റവും കൂടുതൽ കളി കളിച്ചത് ആരാ ഇവിടെ? നമ്മളെല്ലാരെയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനു. മനുവിന്റെ കക്കയൊക്കെ എടുത്ത് നോക്കി എത്ര കളി എടുത്തിക്കണെന്ന് കളിച്ചത് മനു? കക്കനെ പറഞ്ഞിട്ട് മാൾഡീനെ എടുത്തിക്കണേ. 3000 കളി കളിച്ചിക്കണേ നമ്മള്. അല്ല ഇനി നമുക്ക് സായിദിന്റെ മാൾഡീന്റെ കളി ഒന്ന് കളിച്ചാ എത്ര കളി നോക്കിയാ? 150. ആലോചിച്ച് നോക്കിയാ മനു കളിച്ചിട്ട് 3000 കളിച്ച മാൾഡീനി 180 കളിച്ച മാൾഡീനി. എങ്ങനെ ഇത് മനു ഇത്രയും കളി കളിച്ച എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് പിന്നെ തേങ്ങയാണ്. പിന്നെ ആരെ കളിച്ചതൊക്കെ അൺഎംപ്ലോയിഡ് എന്ത് എന്ത് മനസ്സിലായില്ല. അൺഎംപ്ലോയ്മെന്റ് പറഞ്ഞേ അണ്ടരല്ല. അതൊന്നും കാലം മനു ചെലപ്പോ എന്തൊക്കെ സാധ്യത മനുവിന്റെ പണ്ടത്താണ് ഇവിടെ എന്ത് ഓ റൂം ഇടും. എന്താണ് അതല്ല പറഞ്ഞത് മനുവിന്റെ പണ്ടത്തെ അടപാടാണത്. മാച്ച് കളിച്ചാൽ വരും ഓര് എന്താട്ടും എക്സലന്റ് ആക്കും. നമ്മളെ ഇത് ഗുഡാക്കും. എന്നിട്ട് മനു പെരും കളി
എന്തൊക്കെ മനുന്റെ അടപാട്. പിന്നെ നെറ്റ് ഓഫ് ആക്കി നെറ്റ് കളി ഞാൻ ഓഫാക്കി ഞാൻ തോറ്റി പോകുക. കളി തോക്കാനാകുമ്പോ മനു നെറ്റ് ഓഫ് ആക്കും. പണ്ട് ബസ്സിൽ മറ്റേതുണ്ട് നള്ള് വരുന്ന സംഭവം നല്ല തന്നെ മനയിമ കൊറേ കളിച്ചു. കളി തോക്കാൻ നേരത്ത് മനു നെറ്റ് ഓഫ് ആക്കിയാണ്ട് എന്നിട്ട് പൈസ എടുക്കോളാ പോളാ പൊട്ടക്കളി. മനു അങ്ങനെ എന്തൊക്കെ കളി കളിച്ചു. ടൂർണമെന്റിൽ ലാസ്റ്റ് മനു ടൂർണമെന്റിൽ വെച്ചാല് ഇത്രയും കളി കളിച്ച പ്ലെയർ ആവോ ലാസ്റ്റ്. നമ്മളെന്നാ ടൂർണമെന്റ് എന്തൊക്കെ ഇന്ന് കാണാതൊരു കളിയുണ്ടാവും. ചുണ്ട് കുറിപ്പിച്ച് 2 ഇരിക്കണ പണെ പോരാട്ടം. കമന്ററിയുമായി അജു ഇതേ പണ്ട് മുതലേ മനു അറിയാം. ഞാനും മനുവിന്റെ അടുത്ത് വന്നിരുന്നാലും മനു നോക്കുന്നു. ആ പരിപാടി ഉണ്ട്. ഞാൻ കളി കണ്ട മനു നോക്കുന്നു. അതൊന്നും സത്യമാണ് നോക്കണല്ലോ ഇപ്പൊ. മനു നീ പറയണ്ടോ? മനു ജയിച്ചെന്ന് പറയുമല്ലോ. മനു ഇപ്പൊ ഫുള്ള് എന്താ പറയാ. അത് ആരാ കൂടുതലേ? മനു. 3000 കളിച്ച പ്ലേയേഴ്സിനോടും 3219 അങ്ങനെ എത്രയാണ് മനു അല്ലേ? നമ്മളൊക്കെ മനു ലോങ് റേഞ്ചിന്റെ ആശാമി കേട്ടോ. കെച്ചിലൊന്നും കാര്യമില്ല. 3000 അടിച്ച് കപ്പളനെ എടുത്ത് മനു കളി തുടങ്ങിയിരിക്കണെന്ന് പറഞ്ഞേ. പെരുങ്കളി മാൾഡിനി പെർക്കമ്പയർ അല്ലല്ലത് കാർലോസ്. ഓ മനു പെരുങ്കളി ഇട്ട ബോള് കൊടുക്കില്ല സായുധന്. ഞാൻ വേറെ പന്ത് വാങ്ങണ്ടേ കളിച്ചോ. 2 പന്ത് ഇറക്കണം മനു. ദ്രോഗ്ബ ഇത് ഗോളാനുലെ പണ്ടൊക്കെ എങ്ങനെ പറഞ്ഞാലും മനു ഇതൊന്ന് പോയാ എന്നിട്ട് നീച്ച് മാറിയിരിക്കും അപ്പുറത്തേക്ക്. മനുവാണതേ ഇത് നടക്കൂല സാധ്യത. നമ്മളെ ബാർസന്റെ കളി ഉണ്ട് അവിടെ. അയ്യാറെ വലിയ കളി അവിടെ നടക്കണെന്ന് പറഞ്ഞേ. ഇതൊക്കെ മനുവിന്റെ കളിയല്ലേ? നിങ്ങളെന്താ വിചാരിച്ചേ? മനുവിന് എങ്ങനെയാക്കണോ ഹാഫ് ടൈമിൽ തോക്കും. സെക്കൻഡ് ഹാഫിൽ ഒരു കളി ഉണ്ട് മനുവിന്റെ. ആ ചീല അറിയാതെ ഇപ്പൊ കാണാൻ മാർക്ക് എന്ന് പറഞ്ഞേ. എന്താ എന്തൊക്കെയാ പറയണ്ട മനു. റോഗ്ബ ഹെഡ് കുത്തിയാ മതി. കോർണർ കിട്ടിയ സാധ്യത തോറ്റ് കൊടുക്കരുത്. കോർണർ എന്താണ് അത് ഓൻക്കല്ല അനക്ക് കിട്ടല. ഇവിടെ ഡേഞ്ചർ ഇജല്ലേ വലിയ പ്ലെയർ. ഇത് പെരിയ പ്ലെയർ. നിർത്തിക്കോന്ന് മനു ടീമിന്റെ പേര് പറയും. ചിരിക്കല്ലേ പടച്ചവൻ. അല്ല സ്റ്റേഡിയത്തിന്റെ പേരോ? സ്റ്റേഡിയത്തിന് പേരില്ല. പേരില്ല. അന്റെ സാധ്യത അങ്ങനെ പേരൊന്നുമില്ല. ടീമിന്റെ പേര് സായിദ നെയ്മറിന്റെ പേരാ. മനുവിന്റെ പ്ലെയർ ഇഷ്ടപ്പെട്ട പ്ലെയറാണ് നെയ്മർ. ഇത് മനുവിന്റെ മുന്നേറ്റാണ്. ആരെ പോണത്? റൊണാൾഡീനോ, ഗൗച്ചോ, റോബർട്ടോ. മനു റിഫ്രഷ് ഒക്കെ ചെയ്യുന്നുണ്ട്. ബാലന്ത് മെസ്സേജ് കളഞ്ഞു. ഗൗച്ചിട്ട് കൊടുക്കണ്ട് അടിക്കാന് ബനും. പണ്ടപ്പമാര് അങ്ങനെയാണ് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അത് ഞാൻ സമ്മതിച്ചോ. ഗോള് വരുവാണടിച്ച് ചിരി നോക്ക്. സാധ്യത പറയണോ?
ഡിഫൻസിന്റെ അടുത്ത് എടുത്ത് കൊത്തി പറിച്ച് വാങ്ങടിച്ച് ബ്രോഗ്ബ തീക്കളി മനു എന്താ നോക്ക് ഓ ഫുൾ ലാഗാട്ട മനുവില് ലാഗ് കൂടിക്കണ് അവിടെ മനു ജയിച്ചടെ സായിദേ ഇത് തീപ്പാറും കളി കേട്ടോ ടൈറ്റായി മനുവിന്റെ ലാഗ് ഉണ്ട് കേട്ടോ കൂടുതല് സായിദിന്റെ കുബ പോണ് സായിദ് കാണിച്ച് എന്താ പറയണ അവരോട് ലാഗായിട്ട് പറയും അപ്പൊ കാണുന്നില്ല ലാഗ് ഉണ്ട് ടോർച്ച് മനുവിന് അല്ലെങ്കിൽ മനു തീയേരിന്ന് പറഞ്ഞു മനു പഴയപ്പോഴാണെങ്കിൽ മനോ എന്താ പറയാ എനിക്ക് പഴയപ്പോണെങ്കിൽ സായിദ് തോറ്റക്കൂലേ പഴയ ഫോണാണെങ്കിൽ കോച്ചിനെ കളിപ്പിച്ചാൽ വയ്ക്കൂല അതെന്താ സാറിനോട് ചോദിച്ചു സ്റ്റെക്ക് ഉണ്ടെങ്കിലേ കോച്ച് അതോ കോച്ചിന് പോസ്റ്റല്ലേ ജലദോഷം പിടിച്ചിട്ടേ കോര മൂന്നാമത്തെ തൊട്ടത് മാസ്ക് ഇട്ടൊന്നും രാത്രി കളിച്ചാൻ പോക എന്നിട്ട് നാരങ്ങള്ള തണുപ്പിലെ നാരങ്ങള്ളം കലക്കിയാണ്ട് കുളിച്ച് വന്നിട്ട് ഫാൻ്റെ വീട്ടിലെടുത്താണ് ചോറും നാരങ്ങളും പിറ്റേന്ന് തൊണ്ടവേദന കൊര പനി കളി എന്താ അവസ്ഥ ബാർസന്റെ കളി തകൃതിയായി നടക്കണ്ട അതിന് വലിയ കളിയല്ല ഇവിടെ മനുവിന്റെ നെഡ്വേർഡിനെ കൊണ്ട് മനുവിന്റെ ഫുള്ള് ലാഗാട്ടോ മനുവിന്റെ മനുവിന്റെ ഫോണ് പണ്ടത്തെ ആണെങ്കിലേ കോച്ച് പണ്ടത്തെ ആണെങ്കിലേ സാധ്യത തോറ്റ് മനുവായ മനുവാണ് അതാണ് ഇവിടെ മെയിൻ പ്രശ്നം സാധ്യതേ ഇജ്ജ് നോക്കി നിന്നോ ഇവിടെ അവിടെ കെച്ചാണെങ്കി എന്താ ഇവിടെ ഇവരാണ് ആര് ഒലിവർ ഖാൻ ലിവർ എന്ത് ലിവർ മനോജ് എന്തേലും പറയും എന്റെ മെയിൻ പ്ലെയർ റൊണാൾഡീനെ ഗൗച്ചാണ് അപ്പൊ ദ്രോഗ്ബല എനിക്ക് ഇഷ്ടല്ല എടുത്തുള്ളൂ ഗൗച്ചാണ് എന്റെ മെയിൻ പ്ലെയർ എന്റെ മെയിൻ പ്ലെയർ റുമ്മി റുമ്മിയോ പഴയ പ്ലെയർ സായിദ് പഴയ ലെജൻഡ് വെച്ചാ കളിച്ചത് ഹാഫ് ടൈം ആകാൻ പോവാണ് ഹാഫ് ടൈമില് സ്കോർ ബോർഡ് 2-1 സിങ്കോ അല്ല ജസ്റ്റ് മിസ്സല്ലേ മാനിപ്പ് മടക്കിന് മുത്തുമാനെ ഇജ്ജ് പറഞ്ഞ മാതിരി സെക്കൻഡ് ഹാഫായി സെക്കൻഡ് ഹാഫിലാണ് ആരെ കളി തീക്കളി മൈക്കുടി ഇതുവരെ അവിടെ എന്തായി കൊരച്ച് വീഡിയോ മൊത്തം എന്റെ കൊരയാക്കാലോ അട്ടത്ത് കടിച്ചു ആരെ പറയണത് സാഹിദോ എവിടെ ചോദിച്ചോളാം സാഹിദ് കളിച്ചാ പോകും വലിയോലപ്പം കളിച്ചാ പോകില്ല കിടന്നോട് എന്നിട്ട് എന്നും ആരാ എല്ലാരും വക ചീത്ത പോലെ പണ്ട് ഇന്റെ വക മാത്രമല്ലേ ഇപ്പൊ നാട്ടാരെ വക മൊത്തം സാഹിദാ ചീത്ത കൺസിസ്റ്റൻസി പ്ലെയർ ആണ് എന്ത് ആ ചീത്തക്കല്ലേ മനോ എനിക്ക് തോന്നുന്നുണ്ട് മാൾഡിനി 150 മാച്ച് കളിച്ചിട്ടുള്ളൂ പക്ഷെ അതിനുള്ള പവർ ഉണ്ട് കണ്ടച്ച് അന്റെ മാൾഡി ടയർഡ് ആയിക്കിണെന്ന് പറഞ്ഞ അത്രയും മാച്ച് കളിച്ചപ്പോ മരിച്ചാലേ പിന്നെ കാല് കൊഞ്ഞു അതാണ് മനുവിന്റെ പവർ സങ്കടം ഉണ്ട് അറിയണേ മനു കിണ്ണമ്പളായിട്ട് എങ്ങനെ മനു ഇത്രയും വലുതായിട്ടാണ് കളിച്ചത് ഇത്രയും അടിപൊളിയായി കളിച്ചാൽ വയ്ക്കണ മനു സ്കിൽസ് ഒഫീഷ്യലി അത് ഒഫീഷ്യൽ ആയിക്കോട്ടെ ജിദ് പറയും ജസ്റ്റ് സായത് പെരും ട്രൈ ആണ് ഇവിടെ കളിയില് അല്ല ജിദ് പറയും എനിക്ക് എങ്ങനെ ഇത്രയും അടിപൊളിയായി കളിച്ചാൽ വയ്ക്കണേ എന്ത് ദൂക്കല പിന്നെ മനുവിന്റെ കളി കിട്ടിക്കണ നമ്മളെന്താ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാണ് കളിച്ചിനി പെരിയ ആളുങ്കപ്പ മനു
ഇത് തിരിച്ചു മുഖം മാറണ്ടേ മുക്കട്ടെത്തി മുഖം മുക്കട്ടെത്തി ലാഗായതുകൊണ്ടാണ് മാനുവിനെ ചതിക്ക ഓരോരുത്തർ ഇറങ്ങിട്ടുണ്ട് സായിദേ. പക്ഷെ ഇത് പ്ലാൻ ചെയ്ത് വെച്ചോ ആൾക്കാരെ. പീറ്റർ ചെക്കിന്റെ സേവ് അല്ലമാരത്ത് കീപ്പറൊക്കെ വെച്ചു. സായിദേ അന്റെ കൈ തട്ടിയാണ് പീറ്റർ ചെക്ക് റിലീസ് ആവും. മനുവിന്റെ പ്രാക്ക. അല്ലെങ്കിൽ എന്താ കാരണറിയോ, മുത്തുമാന്റെ മാര് പുതിയ അക്കൗണ്ട് ഉണ്ട്, പുതിയ അക്കൗണ്ട് ഉണ്ട്, എടുക്കട്ടെ കിണ്ണാണ് അറിയും. എന്നിട്ട് വന്ന് മനു റാജും മുഷറഫ് അല്ല മുഷറഫ് പറയണ്ട് പൈസ കിട്ടിയാ ഞാൻ വിറ്റോണ്ട് വിൽക്കുന്നു. പൈസ കിട്ടിയ എക്സ്ചേഞ്ച് ഡീലിങ്സ് നടക്കുമ്പോ അഡ്മിൻസിനായിട്ട് ബന്ധപ്പെടണം. നേരിട്ട് വേണം. ഇതങ്ങനെയല്ലേ ഇഷ്യൂ നടന്നിക്കണ എങ്ങനെയാണെന്നറിയോ, ആയതോ ഒരു ചങ്ങായി ഇവിടുന്ന് അടിച്ചിട്ടേ റെഡ് വാട്ടർ ഇത് സ്റ്റണ്ടിങ് അടിച്ചിട്ട് സ്റ്റണ്ടിങ് അടിച്ചിട്ടേ റെഡ് വാട്ടർ സ്റ്റണ്ടിങ് അടിച്ചിട്ട് പീറ്റർ കച്ച് തടുത്തിട്ട് ഗോൾ പോസ്റ്റിക്ക് മനു സ്കോർ 2-3 അതിഗംഭീരമായി സാധ്യത ജയിച്ചോണ്ട് നിൽക്കാണ്. പക്ഷെ വിട്ടുകൊടുക്കൂല, മാനുവാണ് കളി. ആ മാനു അടക്കി മക്കളെ കഴിഞ്ഞ് ദ്രോഗ് മാനു അറ്റാക്കിങ് കിട്ടിക്കണ ഒന്ന്. പവർഫുൾ പീപ്പിൾ കം ഫ്രം പവർഫുൾ പ്ലേസസ്. മനു അറ്റാക്കായിരുന്നു. ഓഫ് സൈഡ് എന്താ അതിന് പറയാലോ മനു, ഓഫ് സൈഡ്. പത്തിൻ്റെയൊക്കെ വെച്ചിക്കണ്. നല്ല തോപ്പിച്ച് അത്ര മിനിറ്റ് വേണമെന്ന് പറഞ്ഞേ. മലയാളം മാച്ച് സാധാരണ വെക്കണ 10 മിനിറ്റ് ആണോ? ശരി. പക്ഷെ ഇത് മനുവിന്റെ തിരിച്ചു വരവായിരിക്കും, അതിഗംഭീരമായ തിരിച്ചു വരവ്. ഹെഡ് ജസ്റ്റ് മിസ്സിനാണ് ഈ പോണത്. മനുവിന്റെ ബാറിന്റെ സൈഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് സാധ്യത അവിടെ എന്തോ ഊതി കെട്ടിച്ചിരിക്കുന്നു മുഷറഫിനെ കൊണ്ട്. ഫാത്തിഹ സൂറത്തോ തുപ്പിക്കണ്. മനുവിന് ദ്രോഗ്ബ ഉണ്ട് എന്ന് പറഞ്ഞേ. അല്ല റൊണാൾഡീനെ ഗൗച്ചോ അല്ല മനു, ഗൗച്ചോനെ കൊണ്ട് 2 ആട്ടുണ്ട് മനുവിന്. അതാണ് കണ്ടാൽ തന്നെ ഗോളാ. ചെക്കിനെ പോസ്റ്റിക്കാണ് പവറിൽ അടിച്ചു കയറ്റി മനു. മനു എന്താ സുണ്ണാമ്പാ അടുത്ത് ഒരു ബിറ്റ്സ് അടിച്ചു മനു. എന്താണ് മനുവിന്റെ ടീം പറഞ്ഞാല് ആരും കൊതിക്കുന്ന ടീമാ. എല്ലാ ഇതും ഫെനോമിനൽ വേണോ, ഹെഡർ വേണോ, ഷൂട്ട് വേണോ, ലോങ് റേഞ്ച് ഇല്ലട്ടോ. എന്തൊക്കെയാ പറയണ മനു, ഈ നായിന്റെ തേങ്ങ തീർന്ന്. യമാലിന്റെ കാല് ഫൈനൽ സിമ്മക്ക് ഇനി ചക്ക ഉണ്ടാവൂലേ. ഓഫ് സൈഡ്. മനുവിന്റെ കളി കിണ്ണം കളിയാണ്. പക്ഷെ മനുവിന് എന്താ മനു പറ്റിയ, ഞാൻ എടുത്തിരുന്നോണ്ടാ. അതാണ് ഒന്നാമത്തെ പ്രശ്നം. പണ്ടത്തെ ഫോണാണെങ്കിൽ കാണാനി അതെ. അങ്ങനെ പറയല്ലേ, അതാവാതെക്കാനാ ഞാൻ പ്രാർത്ഥിച്ചത്. എന്താണ് പേര് പറയാൻ പാടില്ല. നൂണോ ജമാല് പരിക്കിലാണ്. മാനു മനുവിന്റെ ആകെ ലാഗാണ്, അതാണ് വിഷയം. ലാഗുണ്ട്. ഇത് കാണുന്ന പോലെ ആരെയും മനുവിന് നല്ലൊരു ഫോൺ വാങ്ങിക്കൊടുക്കുക.
അയ്യോ ഒരു സ്നാപ്ഡ്രാഗൺ 8 Gen. എനിക്കൊരു റെഡ് മാജിക്കും സുനു കണ്ടറിഞ്ഞ അയച്ചാ മതി. അതെ എന്ത് ഇത് സുനുവിനുള്ളതാണ്. ഓനെ ഫോണേ ഇവര് ഓരോ ഫോൺ കൊടുക്കും ഇവര് എന്തിനും അൽമാന്റെ മേലെ അടിക്ക് അടുക്കളയിൽ കുത്തിച്ചാട് അടിക്ക് ഇതന്നെ പണി ഇത് പൊട്ടിച്ചിട്ട് ആ ചെക്കൻ കൊടുത്ത് വെച്ചിട്ട് ഓൻ പറഞ്ഞ വർത്താനം കേട്ടോ അല്ല പറയ് പക്ഷെ അതല്ല അയ്യോ സുനുവിനെ അറിയപ്പോ ഗെയിം കളിക്കും ഓനൊക്കെ എഴുതി കൂട്ടി ഗെയിം കളിക്കാൻ പറ്റാത്തൊരു ഫോണ്. അത് ട്രാപ്പാണ്. 91 മിനിറ്റ് 3 എക്സ്ട്രാ ടൈം അതിലൊരു ഹെഡ് അടുത്തിട്ട് ഗോളിയല്ല ഓന്റെ ബാക്ക് Just like the way. എന്താ പാട്ടൊക്കെ പാടണ്ടേ? കളി ഏതായാലും നിമിഷമൊക്കെ കഴിയും. സാധ്യത അടിച്ചു വിട്ട് മനു തോപ്പിച്ചാന് കളി കഴിഞ്ഞു. ജയിച്ചിക്കണ്. Form is temporary, class is permanent. അതിനെന്താ പറയല്ലേ പറയല്ല ഞാൻ നല്ലത് എന്നോട് ഞാൻ പറഞ്ഞതല്ലേ മനു സബ്വേ സർഫ് കളിച്ചാന്. എന്നോട് ഞാൻ പറഞ്ഞതല്ലേ സബ്വേ സർഫ് കളിച്ചാന്. മനു ഇത് കാണിച്ചിട്ടുണ്ട് ഇതുകൊണ്ടെന്താ കാര്യം എന്താ എടാ അങ്ങനെ ഇപ്പൊ എട്ടിക്കും കേരളയും കളിച്ച പൊസിഷൻ നടക്കാ കേരളക്കാ. മനു എന്താ പറയല്ലേ തോറ്റിട്ട് മുഖം മാറിക്കണ് ലേഗ് ഉണ്ടായതാണോ തോക്കാൻ കാരണം? അതൊരു അഭിവാജ്യ ഘടകം. ടീമിന്റെ ടീം നോക്കിയാ എന്നിട്ട് പറയും ഞാൻ പറയും മനു തോൽവി സമ്മതിക്കണ്ടോ ജി? ഞാൻ സമ്മതിച്ചല്ലോ. ഉറപ്പല്ലേ? ഇപ്പൊ സായിദിലേറെ അടിപൊളി പ്ലെയർ ആണ് ഇജ്. അല്ല സായിദന്റെ അടിപൊളി പ്ലെയർ എന്നാ അഭിമാന നിമിഷം ഇത്. ഇത് ഇച്ച് തോന്നുന്നില്ല വീഡിയോ എടുക്കുന്നോണ്ട് പറയണ കഴിയട്ടെ ക്യാമറ ഓഫ് ആക്കുന്നത്. മനോ മനോ ഒരാളെ കൂടി കളിച്ചണോ? പവറേ ഞാൻ എന്താ വരാത്തേന്ന് വിചാരിച്ചു നിൽക്കാണ്. ആണോ സാജുന്റെ ഫോമാണോ എനിക്ക്? മുത്തുമാന ഫോമാണോ? മനുവിന്റെ ടീം വേണം. അല്ല മനു എന്താ പറയണെന്ന് വെച്ചാൽ ഈ ലാഗൊന്നും വെച്ച് വിഷയമില്ല, നമ്മള് ജയിച്ചെന്ന് പറയണേ. ഈ കളി ജയിച്ചില്ല മനു? ഞാൻ അങ്ങനെ പറഞ്ഞല്ല തുടങ്ങണത്. ഇപ്പൊ ഒന്നുകൂടി ജയിച്ചു. സാഹിത്യ അരക്ക അഭിമാന നിമിഷാണെന്ന് ഫുള്ള് എനിക്കെന്താ ആയല്ലേ. രാത്രി കാണാൻ വാട്സപ്പിലിട്ട് കുക്ക് ചെയ്യണത്. കുക്ക് ചെയ്യേ എന്താ കുക്ക് ചെയ്യാ? ഇജും സായിദും. ഞാൻ ഒന്നും പറയില്ല. ഞാനോട് പറഞ്ഞിരിക്കണ ഈ കളി പണ്ട് എന്നോട് ഡിലീറ്റ് ചെയ്യാൻ ഉണ്ടോ ഇല്ലേ? ഇപ്പം ടോക്കിട്ടോ കളിച്ചോട്ടെ. എന്നെ പറയട്ടെ കാൻഡി ക്രഷ് നല്ലത്. അതേപോലെ ലെവൽ ഇങ്ങനെ കൂടി പോകും. 1-2 അല്ല ടോക്കിട്ടോ കളിച്ചാല് പൂച്ചനെ രാവിലെ വെച്ച് കുളിപ്പിച്ച എന്തൊക്കെയാ കാട്ടാ. വാച്ചൂരിക്ക് ഒന്നുകൂടി കംഫർട്ട് ആവും. പേസ് കീസുണ്ട്, അതാണ് വിഷയം. വാച്ചൂരി വാച്ചൂര് റെഡി കൊടുത്ത് മനു റെഡി എടുത്ത് നിക്കാണ്. കയ്യൊക്കെ തിരുമ്പി മുഖമൊക്കെ തോത്തുണ്ട്. മൂക്കിന്റെ അവിടെ എന്തോ ഉണ്ടെന്നാ പറഞ്ഞത്. പറയല്ലേ നീ കൊടുക്കോ ജി? ചാനളം വാങ്ങി കൊടുക്കോ? എന്താണ് ഉണ്ണിയാക്ക കയ്യൊക്കെ തോത്തുണ്ട്, പൊടിയുണ്ട് എന്നൊക്കെയാണ് വിചാരം. ആ പറ. വെറുതെ കളിച്ചു വെറുതെ കളിയാണ്. ഞാൻ പറയുന്നു ചിലപ്പോ പറഞ്ഞ വെറുതെ കളിയാണത്. അപ്പൊ നേരത്തെ ട്രെയിൽ ഞാൻ പറഞ്ഞില്ലല്ലോ ഇത് വെറുതെ കളിയാണ്. ഇത് വെറുതെ കളിയാ? നേരത്തെ കളിച്ചതോ? നേരത്തെ കളി മെയിൻ കളി നേരത്തെ കഴിഞ്ഞാണെന്ന്. സാധ്യത ജയിച്ചു. അല്ല ഇനിയിപ്പോ ഇത് മനു ജയിച്ചാലോ വെറുതെ കളിയാകുമോ? അല്ല മനു ഇത് സീരിയസ് ആയിട്ട് കളി.
നോക്കിയാ മാനുവിന്റെ ടീം നോക്ക്. നിന്റെ ടീം ആയിക്കോ കുണ്ടേനൊക്കെ ഞാൻ ഇറക്കുന്നത് വേറെ ആരും ഇല്ല മാനുവോ ഇത് മെയിൻ കളിയാണ്, ഇത് ജയിക്കണം. നേരത്തെ നിങ്ങൾ വാമാൻ കളിച്ചാ വിചാരിച്ച നമുക്ക് വേണ്ട. നാളെ സെക്കൻഡ് എന്താണ് ഇത് കലക്കി പറഞ്ഞത് ഇതിൽ അതും ഇതും കൂടി കൂട്ടും. ഇത് ജയിച്ചോളാണ്. ഇപ്പൊ എത്ര സ്കോർ? 3-2. അഗ്രിഗേറ്റ കൂട്ടണത്. ഈ കളി കഴിഞ്ഞ ആരും ഞാൻ കൂട്ടില്ല ടൈറ്റിങ്ങളല്ലേ. പിജല്ലപ്പ പറഞ്ഞ ഒക്കെ മനു പറയാ കളി തുടങ്ങിയിരിക്കണ ടച്ച് ഇട്ടാണ്. ഇന്ന് പൊടി പാറും. മനു ജയിച്ചാ 3ാമത്തെ കളി അത് പറ്റൂല. പറ്റും. ഗോളെ നോക്കണം നമ്മള്. കളി പുരോഗമിക്കാണ്. അപ്പൊ ഇതില് സ്കോർ ബോർഡ് പറഞ്ഞെങ്കിലും ചുട്ടും. മനു 5, സായുധ 0. തിരിച്ചു വരവാണോ മനു? ഇത് മനുവോ തിരിച്ചു വരവാണോ? ഒന്നും മുണ്ടില്ല. വെറുതെ കളിയാന്ന് പറഞ്ഞിട്ട് കളി ഇറങ്ങില്ലേ? ഇത് വെറുതെ കളി മനോ? എന്ത് വെറുതെ കളിയാണ്. ഞാൻ എന്നോട് ആദ്യം ചോദിച്ചല്ലേ ഇത് മര്യാദ ശരിക്കുള്ള കളിയാണോ പറഞ്ഞത്? സെമിഫൈനലാണ് സെമിഫൈനലാണ് തേങ്ങ വാങ്ങണത്. സെമിഫൈനലാണ്. അപ്പോ അല്ല അജാണോ പറഞ്ഞത്? ഞാനല്ല പറഞ്ഞിട്ടു. ഇത് മനുവിന്റെ ഓരോ സാധ്യത. ഞാൻ വെറുതെ കളിക്കായോണ്ട് എങ്ങനെ കളിച്ചേ? എനിക്ക് ഞാൻ അതൊക്കെ പറയാം. കാരണം എന്താ പറയാലോ എന്നോട് ഒരാളെ കണ്ട് വെറുതെ കളി അറിയാവുന്നേ. എന്താ പറയല്ലേ? എന്താ പറയല്ലേ? പിടിച്ചിക്കട്ടെ പറഞ്ഞ വെറുതെ കളി പറഞ്ഞ 5 അടിച്ചിട്ട് മനു ഇതിട്ടാണോ? നീ കളിയാക്കേണ്ട അവസ്ഥയൊന്നും ഇല്ലല്ലോ. എന്ത് എന്തിനീ കളിയാക്കേണ്ട ആവശ്യം? പിന്നെ എന്തിന് 5 അടിച്ചിട്ടോ? പറയുന്നില്ല. മനു വേട ഒരു ജയിച്ചിക്കണത് ഓനല്ല. 5 മനു ജയിച്ചിക്ക. മനു തൊള്ളല്ല. മനു ഓറയാണ്. 100% ഓറ കവർ. ബൈസിക്കിളൊക്കെ മനു. കളി കഴിയാനായിക്കണപ്പോ കളി കഴിഞ്ഞു. അങ്ങനെ കളി കഴിഞ്ഞു. വിജയം സ്കോർ ബോർഡ് അടിച്ചിട്ടോ. സ്കോർ ബോർഡ് വെച്ചെടുക്കുക. അർത്ഥം കാവട്ടെ. ഇത് മറ്റോ മിതു പറയണ മാതിരിയായി. കളി ജയിച്ചത് ഓനാണ്. പക്ഷെ കാണ്യാളെ പനങ്ക പറഞ്ഞ സാധ്യത എന്ന് പറഞ്ഞേ. മനുവിന്റെ കണ്ണൊക്കെ നിറഞ്ഞു. മഞ്ഞേ മായല്ലേ മണ്ണിൽ വീയല്ലേ. സാധ്യത ശരിക്കും തോറ്റെടുത്തല്ലേ? സത്യമല്ലാത്ത അല്ല. ഇപ്പൊ ഞാൻ 5 പോണ്ടിക്കുന്ന അങ്ങനെ അതിന്റെ ആവശ്യമില്ല. ഓന്തിക്കുന്ന 5 വാങ്ങി ഇമ്മീ പെസ് അന്വേഷിച്ചാലേ എന്താ മനു ജയിച്ചില്ലേ? എനിക്കെന്താ പറയല്ലേ? ഇതിപ്പോ മെസ്സി പറഞ്ഞ പോലെ കപ്പടിച്ചാലും ട്രോള്, കപ്പടിച്ചില്ലെങ്കിലും ട്രോള്. പറഞ്ഞേ അർജന്റീന ടീമിന്റെ അവസ്ഥയാണ്. എന്ത് ഇപ്പൊ സൗദി ആയിട്ട് തോറ്റപ്പോ എത്ര ട്രോള് വന്ന്. ഇപ്പൊ കപ്പടിച്ചപ്പോ ഫിഫ ബോയ് എന്നൊക്കെ പറഞ്ഞു വരുന്നത്. ഇതിപ്പോ സായിദിനായിട്ട് കമ്പയർ ചെയ്തു. സൗദിനായിട്ട് സാദിനെ കമ്പയർ ചെയ്ത് അർജന്റീന. അർജന്റീന അപ്പൊ ഇജാനല്ലേ പറഞ്ഞത്. ഇപ്പൊ കണ്ടല്ലോ. അല്ല മനോ ഞാൻ പറയണ അതല്ല. ഇവിടെ ഇപ്പൊ സായിദ് ഫസ്റ്റ് കളി എന്നെ തോപ്പിച്ചു. സായിദാണ് സൗദി അറേബ്യ, അർജന്റീന. 5 അടിച്ച് തിരിച്ചു വന്നു. അല്ലിപ്പിച്ച് പറഞ്ഞത് ഞാൻ പറഞ്ഞ വെറുതെ കളിയാണെന്ന്. എന്ത് വിട്ടു. രണ്ടാമത്തെ കളി വെറുതെ കളിയാണ്. അപ്പൊ നിലവിലിപ്പോ ജയിച്ചേക്കണ സായിദാണ്. അപ്പൊ സായിദിന് വാട്സപ്പില് തൊള്ളടാ. വാട്സപ്പില് തൊള്ളട ആവശ്യം സമ്മതിച്ചു കൊടുത്തില്ല. എന്ത് ഓൾറെഡി ഇപ്പൊ ഞാൻ ജയിച്ചു. ഇതിപ്പോ സത്യം പറഞ്ഞാല് ബാർസന്റെ കളിയാണോ അതോ എന്റെ തേങ്ങയാണോ? കണ്ണിച്ചു വെക്കണ്ട് പല്ല് കടിക്കണ്ട്.
ശരിക്കും പറഞ്ഞാൽ ഇവിടെ സാധ്യത ജയിച്ചു. അല്ല സാധ്യത ജയിച്ചു. പിന്നെ കളി തുടങ്ങാൻ ഞാൻ പറഞ്ഞു മനുവിനോട്, മനു ശരിക്കും കളിയാക്കാം അല്ലത് വെറുതെ കളിയാ. നെയ്മറാക്കിട്ടോ മനു. അങ്ങനെ ഇന്നത്തെ കളിയിൽ ജയിച്ചിക്കണത് ആരാണ്? മനുവാണോ സായുധാണോ? അഗ്രിഗേറ്റ് ഒക്കെ മനുവാണ്. മനു പറയട്ടെ ആരാ ജയിച്ചേ ഇന്നത്തെ? എന്താണ് സായിതാണ് ഇന്നത്തെ കളിയിൽ ജയിച്ചതോ? എന്താ കണക്കൂട്ടൽ എങ്ങനെയാണ് എന്റെ? എനിക്ക് കണക്കൂട്ടാനും തേങ്ങ ശരിക്ക് അഗ്രിഗേറ്റ് നോക്കാണ് ഇജ്ജ ജയിച്ചിക്കണത്. മനുവിന്റെ മൗനമാണ് ഇവിടെ നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ ആരാ ജയിച്ചത് എന്നുള്ളത് നിങ്ങൾ കറക്റ്റ് നമ്മോട് കമന്റിലൂടെ രേഖപ്പെടുത്തണം. അപ്പോൾ മനു ഫാൻസ് ആണെങ്കിൽ ലൈക്ക് എടുക്കുക, സായിദ് ഫാൻസ് ആണെങ്കിൽ കമന്റ് ഇടുക. അപ്പോൾ ഇന്നത്തെ നമ്മളെ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാ തേങ്ങയും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ശരി, ബൈ 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 ബൈ.